إنك لمن المرسلين صدق الله المولان العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന നബിയെ ഇന്നക നിശ്ചയമായി നബിയെ തങ്ങൾ ലമിനൽ മുർസലീൻ, തങ്ങൾ മുർസലീങ്ങളിൽ പെട്ട ആളാണ്. മുർസലീങ്ങളിൽ പെട്ട ഒരാളാണ്. അപ്പൊ മുർസലീങ്ങൾ 313ഓളം ആൾക്കാരുണ്ട്. അങ്ങനെ 1,00,000 അല്ലെങ്കിൽ 2,24,000 പ്രവാചകന്മാർ, നബിമാർ, പ്രോഫറ്റുമാരുണ്ട്. മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ മെസഞ്ചർ എന്നാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇൻഫർമേഷൻ കിട്ടുകയും അത് ജനങ്ങൾക്ക് തബ്ലീഗ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കിട്ടുകയും ചെയ്ത ആൾക്കാരാണ്. ഇന്ന് മുസ്ലിമീങ്ങളായ നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്, അധിക ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഈ അല്ലാഹു തആല നബിയും റസൂലും ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡാക്കി എന്നുള്ള കാര്യം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നുകൊണ്ട് ഒരിക്കൽ ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, നബിയെ ഈ ലോകത്തേക്ക് എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട്? അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു 313 അവരിൽ ആദ്യത്തെ ആളാരാണ്? ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആദ്യം നബി അലൈഹിസ്സലാമാണ്, അവസാനത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ ചില ആൾക്കാർ പറയുന്നു നൂഹ് നബി അലൈഹിസ്സലാമാണ് ലോകത്തിന്റെ ആദ്യത്തെ നബിയാണ്. അതിനവർ ഒരു ഖുർആന്റെ ആയത്ത് തെളിവായി ഓതുകയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ പറയാം. എല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവും. എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു തആല ഖുർആൻ പറയുന്ന ആദം നബി അലൈഹിസ്സലാം എന്നാണ്. അവരതോടെ തെറ്റിദ്ധരിച്ചതാണ് ആയത്ത്. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുമ്പോൾ അല്ലാഹു തൗഫീഖ് ചെയ്താൽ വിശദീകരിക്കാം. ഇരിക്കട്ടെ. ഈ മുർസൽ എന്ന് പറഞ്ഞാൽ നബി എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള ഡിഫറൻസ് എന്താണ്? മുർസൽ എന്ന് പറഞ്ഞാൽ അത് നബീനെ പഠിക്കാം. നബി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനം ചെയ്യാൻ വേണ്ടി ഒരു വഹി, ഒരു ശരീഅത്ത് കൊണ്ട് അല്ലാഹു തആല വഹി നൽകുന്നു. അതാണ് നബി. പ്രോഫറ്റ് എന്ന് പറയും. പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം ഈ നബി മുർസലാകണമെങ്കിൽ അവർക്ക് ഒന്നുകൂടി അല്ലാഹു പ്രത്യേകമായിട്ട് ഓർഡർ കൊടുക്കണം. എന്താണ് ഈ നൽകിയ വഹി, ദിവ്യ സന്ദേശം, മെസ്സേജ് അല്ലാഹുവിന്റെ മെസ്സേജ് അത് എത്തിച്ചു കൊടുക്കാൻ ഒരു പ്രത്യേകമായ ഓർഡറും കൂടി കൊടുക്കണം, ആജ്ഞ കൊടുക്കണം. അല്ലാഹുവിന്റെ ആജ്ഞ ഉണ്ടാവണം, ഉത്തരവുണ്ടാവണം. ഇല്ലെങ്കിൽ അവർ മുർസലാവില്ല, കേവലം നബിയാണ്. അവർക്ക് ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കണം ഒരാവശ്യമില്ല. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ നബി എന്തിനാണ്? അപ്പൊ അതിന്റെ അർത്ഥം നബി എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു വഹി കൊടുത്തിട്ടുണ്ടാവും, ഒരു ദിവ്യ സന്ദേശം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതവർ ആൾക്കാരോട് പറയേണ്ടതില്ലെങ്കിലും അതനുസരിച്ച് അവർ ഇങ്ങനെ ജീവിച്ച ഒരു സ്ഥലത്ത് അവർ ഒതുങ്ങിക്കൂടണം. അപ്പൊ അവരെ കണ്ട് കുറെ ആൾക്കാർ നല്ല വഴിയിൽ വരും. ആ വന്നാൽ അയാൾ ആർക്കും ഉപദേശം പറയൂല, വയറ് പറയുമ്പോഴല്ലേ ആൾക്കാർ ആളുള്ളൂ. വയറൊന്നും പറയുന്നില്ല, ഒരു ചിന്ത കണ്ടാൽ അയാൾ എതിർക്കണമെന്നില്ല, അയാൾ ഒരു നല്ലതും പറയണമെന്നില്ല. അയാൾ പാട്ടിങ്ങൾ ജീവിച്ചാൽ മതി. അതേസമയത്ത് മെസ്സഞ്ചർ ആയാലോ, നബിയായാലോ, പ്രവാചകനായാലോ, റസൂലായാലോ, ഇന്നകലമിനൽ മുർസലീൻ റസൂലായാൽ പോരാ, അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ആ എത്തിച്ചു കൊടുത്താൽ മാത്രമേ അവരുടെ ദൗത്യം അള്ളാഹുവിന്റെ അടുക്കൽ പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ അടികൊള്ളേണ്ടി വരും, ആൾക്കാരെ ചീത്തവാദി കേൾക്കേണ്ടി വരും. എന്നാൽ അള്ളാഹുവിന്റെ റസൂലും 313ഓളം വരുന്ന പ്രവാചകന്മാർ ഈ വകുപ്പിൽപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്നക ലമിനൽ മുർസലീൻ ഖബ്ല അൻ അഖ്ലുഖൽ ഖൽഖ ബി അൽഫി ആം. ഈ
ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പേ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പേ നബിയെ തങ്ങൾ നബിയാണെന്ന്